മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബു തൗഹീദിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല എഴുതിയ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് ഓഡിയോ നമ്പർ 43. ആദ്യം കിതാബു തൗഹീദിൽ അടുത്ത ബാബ് വായിക്കാം. ബാബ് അദ്ദുആഉ ഇലാ ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, ഒരു ആരാധ്യനുമില്ല എന്ന സത്യസാക്ഷ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേക്ക് ക്ഷണിക്കൽ. വഖൗലുഹു തആല, അല്ലാഹു തആലയുടെ വചനം, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമനിത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രികീൻ. ഖുൽ, നബിയെ പറയുക, ഹാദിഹി സബീലി, ഇതാ എൻ്റെ വഴിയാണ്, ഇതാണ് എൻ്റെ വഴി. അദ്ഉ, ഞാൻ ക്ഷണിക്കുന്നു, ഇലല്ലാഹി, അല്ലാഹുവിലേക്ക്, അലാ ബസീറത്തിൻ, വ്യക്തമായ തെളിമയോടുകൂടി, അന വമനിത്തബഅനി, ഞാനും എന്നെ പിന്തുടർന്നവരും, വസുബ്ഹാനല്ലാഹി, അല്ലാഹു പരിശുദ്ധനാണ്, വമാ അന മിനൽ മുശ്രികീൻ, ഞാൻ മുശ്രിക്കുകളിൽ ബഹുദൈവവിശ്വാസികളിൽപ്പെട്ടവൻ അല്ല എന്ന്. ഇവിടെ അലാ ബസീറത്തിൻ അന വമനിത്തബഅനി ഒന്നിച്ച് ഒരു ഭാഗം അങ്ങനെ ആവാം. അങ്ങനെയാണെങ്കിൽ അർത്ഥം തെളിമയോടുകൂടി, വ്യക്തമായ ദൃഷ്ടാന്തത്തോടുകൂടി, വ്യക്തമായ തെളിച്ചത്തോടുകൂടി, ബസീറത്തോടുകൂടി ഞാനും എന്നെ പിന്തുടർന്നവരും വ്യക്തമായ തെളിച്ചത്തിൽ, വ്യക്തമായ പ്രമാണത്തിൽ ആണ് നിലകൊള്ളുന്നത് എന്ന്. അല്ലെങ്കിൽ അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമനിത്തബഅനി, ഞാൻ അല്ലാഹുവിങ്കലേക്ക് വ്യക്തമായ തെളിമയോടുകൂടി, തെളിച്ചത്തോടുകൂടി, ബസീറത്തോടുകൂടി ക്ഷണിക്കുന്നു, ഞാനും എന്നെ പിന്തുടർന്നവരും ക്ഷണിക്കുന്നു എന്ന അർത്ഥത്തിലും ആവും. ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ, പിന്നെ ഹദീസാണ് പറയുന്നത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായിൽ നിന്നുള്ള നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലമ്മ ബഅസ മുആദൻ ഇലൽ യമൻ, യമനിലേക്ക് മുആദ് റളിയല്ലാഹുവിനെ അയച്ചപ്പോൾ, ഖാല ലഹു, മുആദ് റളിയല്ലാഹുവിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, നിശ്ചയം നീ അഭിമുഖീകരിക്കുന്നത്, നീ പോകുന്നത് അഹ്ലി കിതാബുകാർ, വേദം നൽകപ്പെട്ട ഒരു വിഭാഗം ജനങ്ങളിലേക്കാണ്. അതായത് അവിടെ നസ്വാറാക്കളായിരുന്നു എന്നതാണ്. ഫല്യകുൻ അവ്വലു മാ തദ്ഉഹും ഇലൈഹി, അപ്പോൾ അവരെ നീ ആദ്യം ക്ഷണിക്കേണ്ടത് എതിലേക്കാണ് ആവണം? ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന സത്യസാക്ഷ്യത്തിലേക്കായിരിക്കണം ക്ഷണിക്കേണ്ടത് എന്ന്. വഫീ റിവായത്തിൻ, മറ്റൊരു റിപ്പോർട്ടിൽ, ഇലാ അൻ യുവഹിദുല്ലാഹ, അല്ലാഹുവിനെ അവർ ഏകനാക്കാൻ, നിറ തൗഹീദിലേക്ക് ക്ഷണിക്കുക, അവനൊരു പങ്കുകാരനുമില്ല, അല്ലാഹു മാത്രമേ ഇലാഹായുള്ളൂ. ഫഇൻഹും അതാഉക, അങ്ങനെ അവർ നിനക്ക് വഴിപ്പെട്ടാൽ, താങ്കൾക്ക് വഴിപ്പെട്ടാൽ, ലിദാലിക, അതിന്, അത് അവർ അംഗീകരിച്ചാൽ, ഫഅലിംഹും, അപ്പോൾ നീ അവരെ അറിയിക്കണം, അന്നല്ലാഹു ഇഫ്തറദ അലൈഹിം, നിശ്ചയം അല്ലാഹു അവർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്, ഖംസ സ്വലവാത്തിൻ, 5 നേരത്തെ നിസ്കാരങ്ങൾ, ഫി കുല്ലി യൗമിൻ വലൈലത്തിൻ, ഓരോ രാത്രിയിലും പകലുമായിട്ട്. ഫഇൻഹും അതാഉക, അങ്ങനെ അവർ അതിനും താങ്കളെ അനുസരിച്ചാൽ, ലിദാലിക, അതിന്, ഫഅലിംഹും, അവരെ നീ അറിയിക്കണം, അപ്പോൾ അറിയിക്കണം, അന്നല്ലാഹു ഇഫ്തറദ അലൈഹിം, നിശ്ചയം അവർക്ക് മേൽ അല്ലാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്, സദഖ, ഇവിടെ സദഖത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സക്കാത്ത്, നിർബന്ധമായിട്ടുള്ള സദഖയാണ്. സദഖത്തു തതവ്വു, ഐച്ഛികമായിട്ടുള്ള ധർമ്മം അല്ല. തുഅഖദു മിൻ അഗ്നിയാഇഹിം, അവരിൽ നിന്നുള്ള സമ്പന്നരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയും, ഫതുറദ്ദു അലാ ഫഖറാഇഹിം, അവരിൽ നിന്നുള്ള ദരിദ്രരിലേക്ക് മടക്കപ്പെടുകയും, എന്ന് പറഞ്ഞാൽ സമ്പന്നരിൽ നിന്ന് സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ടതിൽ നിന്ന് സക്കാത്ത് സ്വീകരിച്ചുകൊണ്ട് അത് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യണമെന്നതാണ്. ഫഇൻഹും അതാഉക ലിദാലിക, അതും അവർ താങ്കളിൽ നിന്ന് അനുസരിച്ചാൽ, ഫഇയ്യാക വകറായിമ അംവാലിഹിം, അവരുടെ സ്വത്തുക്കളിൽ നിന്നുള്ള അവർ ഏറ്റവും വിലമതിക്കുന്ന അത് എന്തു ചെയ്യണം? അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് അത് പിടിച്ചെടുക്കരുത്. വത്തഖി ദഅവത്തൽ മദ്ലൂമി, ആക്രമിക്കപ്പെടുന്നവൻ്റെ പ്രാർത്ഥന താങ്കൾ സൂക്ഷിക്കുക. ഫഇന്നഹു ലൈസ ബൈനഹ വബൈനല്ലാഹി ഹിജാബ്, കാരണം ആക്രമിക്കപ്പെടുന്ന മർദ്ദിതനായിട്ടുള്ള വ്യക്തിക്കും അള്ളാഹുവിനും ഇടയിൽ ഒരു ഹിജാബ്, ഒരു മറയില്ല. അള്ളാഹു അവരുടെ
അത്തരം വ്യക്തിയുടെ പ്രാർത്ഥന സ്വീകരിക്കും എന്ന്. വലഹുമ അൻ സഹ്ൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു, സഹ്ൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യൗമ ഖൈബറ, ഖൈബർ ദിനത്തിൽ പറഞ്ഞു, ലഉതിയന്ന റായത ഗദൻ, ഞാൻ നാളെ പതാക നൽകും, റജുലൻ, ഒരു വ്യക്തി യുഹിബ്ബുല്ലാഹ വ റസൂലഹു, അദ്ദേഹം അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു, വ യുഹിബ്ബുഹുല്ലാഹു വ റസൂലുഹു, അള്ളാഹുവും റസൂലും അദ്ദേഹത്തെയും ഇഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഞാൻ ഇസ്ലാമിൻ്റെ പതാക കൈമാറും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നാളെ യഫ്തഹുല്ലാഹു അലാ യദൈഹി, അദ്ദേഹത്തിൻ്റെ രണ്ട് കൈക്ക് അള്ളാഹു വിജയം ഉണ്ടാക്കും എന്ന്. ഫബാത്തന്നാസി യദൂകൂന ലൈലത്തഹും, അപ്പോൾ ജനങ്ങൾ അവരുടെ രാത്രി ആ ചിന്തയിലായി കഴിഞ്ഞുകൂടി, അയ്യഹും യുഅതാഹ, ആർക്കാണ് നൽകപ്പെടുക എന്ന്. ഫലമ്മ അസ്ബഹു, അങ്ങനെ നേരം പുലർന്നപ്പോൾ ഗദൗ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലഹും, അവരെല്ലാവരും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തേക്ക് ചെന്നു. കുല്ലഹും യർജു അൻ യുഅതാഹ, അവരെല്ലാവരും അത് തനിക്ക് നൽകപ്പെടണം എന്ന് ആഗ്രഹിച്ചു, കൊതിച്ചു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐന അലി ഇബ്നു അബി ത്വാലിബ്, എവിടെയാണ് അലി ഇബ്നു അബി ത്വാലിബ്? ഫഖീല, പറയപ്പെട്ടു ഹുവ യശ്തക്കി ഐനഹി, അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകൾക്കും രോഗം ബാധിച്ചിരിക്കുന്നു എന്ന്. ഫഅർസലു ഇലൈഹി ഫൗതിയ ബിഹി, അപ്പോൾ അവിടേക്ക് അലി റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളയച്ചു. അങ്ങനെ അദ്ദേഹം കൊണ്ടുവരപ്പെട്ടു, അദ്ദേഹം വന്നു. ഫബസഖ ഫി ഐനൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകളിൽ തുപ്പി എന്ന് പറഞ്ഞാൽ ഉമിനീരാക്കി. വദഅ ലഹു, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ഫബറഅ, അങ്ങനെ അദ്ദേഹം രോഗത്തിൽ നിന്ന് സുഖപ്പെട്ടു. കഅല്ലം യകുൻ ബിഹി വജഉൻ, അദ്ദേഹത്തിന് ഒരു രോഗവും വേദനയൊന്നും ഇല്ലാത്ത പോലെ ആയി. ഫഅഅതാഹു അറായത, അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതാക നൽകി. ഫഖാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉംഫുദ് അലാ റിസ്ലിക ഹത്താ തൻസില ബിസാഹത്തിഹിം എന്ന്. അവരുടെ സാഹത്ത്, അവരുടെ മുറ്റത്തിൽ അല്ലെങ്കിൽ അവരുടെ അടുത്ത് എത്തുന്നത് വരെ താങ്കൾ സ്റ്റഡി ആയിട്ട് നിൽക്കുക. ഇതിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഇതിന് മുമ്പ് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നതായിട്ട് വേറെ അടുത്ത് കണ്ടത്, നമ്മളെപ്പോലെ അവർ ആകുന്നത് വരെ ഞാൻ അവരുമായി പോരാടണോ എന്ന് ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ വിട്ടുപോയതാണ്, ഈ റിപ്പോർട്ടിൽ എങ്ങനെയാണെന്ന് അറിയില്ല, അല്ലാഹു അലം. ഏതായാലും സുമ്മ ദുഉഹും ഇലൽ ഇസ്ലാം, പിന്നെ അവരെ താങ്കൾ എന്ത് ചെയ്യണം? ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. വ അഖ്ബിർഹും, അവരെ താങ്കൾ അറിയിക്കണം, ബിമാ യജിബു അലൈഹിം മിൻ ഹഖില്ലാഹി തആല ഫിഹി, അവരിൽ അള്ളാഹുവിൻ്റെ ഹക്കിൽ എന്ന് അവർക്ക് മേൽ നിർബന്ധമായത് എന്തോ അത് അവരെ അറിയിക്കണം. ഫവല്ലാഹി, അള്ളാഹുവാണ് സത്യം, ലഅൻ യഹ്ദിയ അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹുമുരിൻ നഅം, അള്ളാഹു താങ്കൾ മുഖേന ഒരു വ്യക്തിയെ ഹിദായത്തിലാക്കുക, മാർഗദർശനത്തിലാക്കുക, നല്ല മാർഗത്തിലാക്കുക എന്നത് താങ്കൾക്ക് ഒരു റെഡ് ക്യാമൽസ്, ചുവന്ന ഒട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ് എന്ന്. ചുവന്ന ഒട്ടകങ്ങൾ വലിയ സമ്പത്തായിട്ട് അറബികൾ പരിഗണിച്ചിരുന്നു. യദൂക്കൂൻ എന്ന് ഇവിടെ ഹദീസിൽ പറഞ്ഞത് യഹൂദൂൻ, അതിൽ അവർ മുഴുകി നിമഗ്നരായി എന്നൊക്കെ അർത്ഥത്തിലാണ്. ഇനി ഷറഹിൽ, അതായത് ഇആനത്തുൽ മുസ്തഫീദിൽ പറയാണ്, ഖാലൽ മുഅല്ലിഫു റഹിമഹുല്ലാ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഗ്രന്ഥകാരൻ പറഞ്ഞു, ബാബു ദുആ ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുനാസബത്തു ഹാദൽ ബാബി ലിമാ ഖബലഹു മിനൽ അബ്വാബി ളാഹിറത്തുൻ ജിദ്ദൻ. ഈ ബാബ് ഇതിന് മുമ്പുള്ള അധ്യായങ്ങളോട് ഈ അധ്യായം അതിൻ്റെ ചേർച്ച എന്നത് വളരെ വ്യക്തമാണ്. ഫഇന്നഹും ഫിൽ അബ്വാബി സാബിഖത്തി, മുൻ ബാബുകളിൽ ദക്കറ ഫിൽ ബാബിൽ അവലി, ഒന്നാമത്തെ ബാബിൽ അദ്ദേഹം പറഞ്ഞു മഅരിഫത്തു തൗഹീദ്, തൗഹീദിൻ്റെ നിർവചനം അല്ലെങ്കിൽ തൗഹീദ് എന്താന്ന്. വഫിൽ ബാബി സാനി, രണ്ടാമത്തതിൽ ദക്കറ ഫദ്ലു തൗഹീദ്, തൗഹീദിൻ്റെ ശ്രേഷ്ഠത. വഫിൽ ബാബി സാലിസ്, മൂന്നാമത്തെ ബാബിൽ ദക്കറ ഫദ്ലു മൻ ഹഖഖ തൗഹീദ, തൗഹീദ് തഹ്ഖീഖ് ചെയ്തവൻ്റെ ശ്രേഷ്ഠത സംബന്ധിച്ച് പറഞ്ഞു. ഹിസാബും അദാബും അല്ല ഒന്നുമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും അത്തരക്കാർ എന്ന് പറഞ്ഞു. വഫിൽ ബാബി റാബിഅ, നാലാമത്തെ ബാബിൽ എന്താണ് പറഞ്ഞത്? ഷിർക്കിനെ കുറിച്ചാണ്,
ذكر ما يضاد التوحيد توحيدനെതിരായത് وهو الشرك അത് ഷിർക്കാണ്. فإذا كان طالب العلم علم هذه الأبواب അപ്പോൾ വിജ്ഞാനം അന്വേഷിക്കുന്നവൻ ത്വാലിബുൽ ഇൽമ് ഈ വിഷയങ്ങളെക്കുറിച്ച് ഈ അധ്യായങ്ങളെക്കുറിച്ച് ഈ വിഷയങ്ങളെക്കുറിച്ച് അയാൾ പരിചിതനായാൽ വഅറഫഹ മഅരിഫത്തൻ ജയ്യിദ നല്ല അറിവ് അയാൾക്ക് ഈ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അറഫ തൗഹീദ വഫദലഹു വതഹ്ഖീഖഹു അവൻ തൗഹീദ് അറിഞ്ഞു, അതിൻ്റെ ശ്രേഷ്ഠത അറിഞ്ഞു, അതിൻ്റെ തഹ്ഖീഖ് അറിഞ്ഞു. അതുപോലെ വഅറഫ മാ യുദാദ്ദുഹു മിന ഷിർക്കിൽ അക്ബരി തൗഹീദിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വൻ ഷിർക്ക്, വലിയ ഷിർക്ക്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്ക് എന്ത് എന്ന് അയാൾ അറിഞ്ഞു. ഔ യൻഖുസഹു മിന ഷിർക്കിൽ അസ്അരി വൽ ബിദഅഇ വസാഇൽ മഅസി അല്ലെങ്കിൽ തൗഹീദിന് ന്യൂനത വരുത്തുന്ന ചെറിയ ഷിർക്ക് അല്ലെങ്കിൽ ബിദഅത്തുകൾ, അതായത് പുത്തനാചാരങ്ങൾ, ഇതിൽ കടത്തിക്കൂട്ടൽ, അതേപോലെ മറ്റു പാപങ്ങൾ, ഇതൊക്കെ തൗഹീദിന് നുഖ്സാൻ സംഭവിപ്പിക്കുന്നതാണ്. അത് അയാൾക്ക് മനസ്സിലായി. ഫഇന്നഹു ഹീനഇദിൻ തഅഹല ലിദ്ദഅവതി ഇലല്ലാഹി അസ്സ വജൽ അപ്പോൾ അയാൾ അല്ലാഹു അസ്സ വജലിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി പ്രിപ്പയർഡ് ആവണം, തയ്യാറാവണം എന്നതാണ്. ലിഅന്നഹു ലാ യജൂസു ലിൽ ഇൻസാനി കാരണം മനുഷ്യന് അനുവദനീയമല്ല ഇദാ അലിമ ഷൈഅൻ മിൻ ഹാദിൽ ഇൽമി ഈ ഇൽമിൽ നിന്ന് വല്ലതും അറിഞ്ഞാൽ അൻ യഖ്തസിനഹു ഫി സദ്രി അത് അവൻ്റെ ചെസ്റ്റിൽ, അവൻ്റെ ഹൃദയത്തിലായി മാത്രം സൂക്ഷിക്കുക എന്നത്. വയുഗ്ലഖ അലൈഹി എന്നിട്ട് അതിന്മേൽ മൂടപ്പെടാനും അതിങ്ങനെ അടച്ചിടാനും. വയഖ്തസ്സഹു ലിനഫ്സിഹി വയുഗ്ലഖ അലൈഹി എന്നും ആയിരിക്കും. വയഖ്തസ്സഹു ലിനഫ്സിഹി അദ്ദേഹത്തിൻ്റെ സ്വന്തം നഫ്സിൽ മാത്രം അത് പ്രത്യേകമാക്കാനും, സ്വന്തത്തിന് മാത്രം, അത് മറ്റാർക്കും കൊടുക്കാതെ അങ്ങനെ പടച്ചു പൂട്ടി വെക്കുക. ഹാദൽ ഇൽമു മുഷ്തറകുൻ ബൈനൽ ഉമ്മ ഈ ഇൽമു തൗഹീദിൻ്റെ ഇൽമു എന്നത് അത് ഉമ്മത്തിൽ എന്ത് ചെയ്യപ്പെടേണ്ടതാണ്, പങ്കിടപ്പെടേണ്ടതാണ്. ഫമൻ അറഫ ഷൈഅൻ മിൻഹു അപ്പോൾ തൗഹീദിൽ നിന്ന് വല്ലതും അറിഞ്ഞവൻ ഫഇന്നഹു യജിബു അലൈഹി അയാൾക്ക് നിർബന്ധമാണ് അയ്യൻഷുറഹു ആ തൗഹീദിൻ്റെ ആ ഇൽമിനെ, ആ അറിവിനെ, വിജ്ഞാനത്തെ അയാൾ പരത്തൽ, വ്യാപിപ്പിക്കൽ, പ്രചരിപ്പിക്കൽ. വഅയ്യദഉ അന്നാസ ഇലൈഹി അതേപോലെ ജനങ്ങളെ അതിലേക്ക് ക്ഷണിക്കലും അയാൾക്ക് നിർബന്ധമാണ്. ഫഇന്ന ഹാദിഹിൽ ഉമ്മത്തു ദഅവത്തിൻ ഫഇന്ന ഹാദിഹിൽ ഉമ്മത്തു ദഅവത്തിൻ നിശ്ചയം കാരണം ഈ ഉമ്മത്ത് ദഅവത്തിൻ്റെ ഉമ്മത്താണ്. ഈ ഉമ്മത്തിന് ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിക്കുക എന്ന ഉത്തരവാദിത്തമുണ്ട്. കമാ ഖാല തആല അല്ലാഹു തആല പറഞ്ഞതുപോലെ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ് കുന്തും ഖൈറ ഉമ്മത്തിൻ നിങ്ങൾ ഉമ്മത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉമ്മത്താണ്. ഉഖ്രിജത് ലിന്നാസ് ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ടിട്ടുള്ള. തഅ്മുറൂന ബിൽ മഅറൂഫ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നന്മ കൊണ്ട് കൽപ്പിക്കുന്നു. വതൻഹൗന അനിൽ മുൻകർ തിന്മ അല്ലെങ്കിൽ ദുരാചാരം വിലക്കുകയും ചെയ്യുന്നു. വതുഅ്മിനൂന ബില്ലാഹി അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. വഖാല തആല അല്ലാഹു തആല ഇങ്ങനെയും പറഞ്ഞു വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വൽതകും മിൻകും ഉമ്മത്തുൻ നിങ്ങളിൽ നിന്നൊരു ഉമ്മത്ത് ഉണ്ടാവട്ടെ. യദ്ഊന ഇലൽ ഖൈരി നന്മയിലേക്ക് ക്ഷണിക്കുന്ന, സദാചാരത്തിലേക്ക് ക്ഷണിക്കുന്ന. വയഅ്മുറൂന ബിൽ മഅറൂഫി നന്മ കൽപ്പിക്കുകയും ചെയ്യുന്ന. വയൻഹൗന അനിൽ മുൻകരി മുൻകർ ചീത്ത തിന്മയിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന. ഉലൈക അക്കൂട്ടരാണ് അവരാണ് അൽ മുഫ്ലിഹൂൻ അവർ തന്നെയാണ് ആര്, വിജയികൾ എന്ന്. ഫലാ യജൂസു ലിൽ മുസ്ലിമി അല്ലദീ അറഫ ഷൈഅൻ മിനൽ ഇൽമി അപ്പോൾ ഒരു ഇൽമ് അറിഞ്ഞ മുസ്ലിമിന് അനുവദനീയമല്ല അയ്യസ്കുത അലൈഹി അതിന്മേൽ സുക്കൂത്താകൽ എന്ന് പറയാൻ മിണ്ടാതെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് പറ്റില്ല. എങ്ങനെ ഉള്ള അവസ്ഥയിൽ വഹുവ യറന്നാസ ഫീ ഹാജത്തിൻ ഇലൈഹി ജനങ്ങൾ അതിലേക്ക് ആവശ്യക്കാരാണ്. ജനങ്ങൾക്ക് അത് അറിയേണ്ട അവസ്ഥയിലാണവർ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ അയാൾ ആ തൗഹീദിൻ്റെ ഇൽമ് മറച്ചു വെക്കുക എന്നത് ശരിയല്ല, അത് അനുവദനീയമല്ല. ഖുസൂസൻ പ്രത്യേകിച്ച് ഇൽമ തൗഹീദി വ ഇൽമൽ അഖീദത്തി
പ്രത്യേകിച്ച് തൗഹീദിൻ്റെ ഇൽമും വിശ്വാസത്തിൻ്റെ അഖീദയുടെ ഇൽമും. ലിഅന്നഹു ഇദാ ഫഅല ദാലിക, കാരണം അത് അയാൾ അപ്രകാരം പ്രവർത്തിച്ചാൽ ഫഖദ് തറക വാജിബൻ അദീമ, അയാൾ മഹത്തായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യം ഉപേക്ഷിച്ചു. അതായത് തൗഹീദ് അയാൾക്ക് അറിഞ്ഞിട്ട് ജനങ്ങളാണെങ്കിൽ ഷിർക്കിൽ മുഴുകിയിട്ട് ആ ഷിർക്കിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാതെ അയാളുടെ സ്വന്തം കാര്യം നോക്കി മാത്രം നിന്നാൽ അയാളുടെ ഒരു നിർബന്ധ ബാധ്യത അയാൾ ഉപേക്ഷിച്ചു എന്നതാണ്. വല യഖൂലുൽ ഇൻസാനു, ഒരു മനുഷ്യന് പറയാൻ പറ്റില്ല അനമ അലയ്യ ഇല്ലാ മിൻ നഫ്സി, എൻ്റെ മേലൊന്നുമില്ല, അല്ലെങ്കിൽ എൻ്റെ കാര്യം മാത്രമേ എനിക്ക് നോക്കേണ്ടുള്ളൂ. കമാ യഖൂലുഹു ബഅദുൽ ജഹലത്തി അവൽ കുസാല, ചില ജാഹിലീങ്ങൾ അല്ലെങ്കിൽ മടിയന്മാർ പറയുന്നത് പോലെ അനമാ അലിയ മിനൻ നാസ്, എനിക്ക് ജനങ്ങളിലൊന്നുമില്ല. ബൽ അലൈക നഫ്സക അവ്വല, എന്നാൽ എന്താ വേണ്ടത്? ആദ്യം നീ നിൻ്റെ നഫ്സിൻ്റെ കാര്യം തൗഹീദ് നീ ഉൾക്കൊള്ളണം. സുമ്മ അലൈക, പിന്നെ നിൻ്റെ മേൽ ബാധ്യതയുണ്ട് അൻ തദ്ഉൻ നാസ ഇലാ ദീനില്ലാഹി അസ്സ വജൽ, അല്ലാഹു അസ്സ വജലിൻ്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നത്. ഫഇൻ ഇഖ്തസർത അലാ നഫ്സിക, നീ നിൻ്റെ നഫ്സിൽ നിൻ്റെ സ്വന്തത്തിൽ മാത്രം പരിമിതപ്പെടുത്തിയാൽ തറക്കത വാജിബൻ അദീമ, നീ വലിയ ഗൗരവതരമുള്ള ഒരു നിർബന്ധ ബാധ്യത, അത് നിർബന്ധമായ ഒരു കാര്യം നീ ഉപേക്ഷിച്ചു. തുഹാസബു അൻഹു യൗമൽ ഖിയാമ, അത് സംബന്ധിച്ച് ഖിയാമത്ത് നാളിൽ നിന്നോട് വിചാരണ ചെയ്യപ്പെടും, നീ വിചാരണ ചെയ്യപ്പെടും. വതഅറദ നഫ്സക ലിഗളബില്ലാഹി അസ്സ വജൽ, അല്ലാഹു അസ്സ വജലിന്റെ കോപത്തിന് നീ നിന്റെ നഫ്സിനെ പാത്രമാക്കും. ഹൈസു തറക്തഹു മാ ഔജബഹു അലൈക, അല്ലാഹു നിനക്ക് നിർബന്ധമാക്കിയ കാര്യം നീ ഹൈസു തറക്ത, നീ ഉപേക്ഷിച്ചത് കാരണം. പിന്നെ ദഅവത്തി ഇലല്ലാഹി അസ്സ വജൽ, അല്ലാഹു അസ്സ വജലിലേക്കുള്ള ദഅവത്ത് ക്ഷണിക്കുക എന്നത്, അത് നീ ഉപേക്ഷിച്ചത് കൊണ്ട് അള്ളാഹുവിൻ്റെ കോപത്തിന് നീ ഖിയാമത്ത് നാളിൽ പാത്രമാകും. ഹാദാ വജ്ഹുൽ മുനാസബ, ഇതാണ് ഇതിൻ്റെ അനുയോജ്യത, വഹിയ ളാഹിറത്തുന്നത് പ്രകടമാണ് എന്ന്. ഇനി ഫഖൗലുഹു, അപ്പോൾ ഷെയ്ഖ് അവറുകളുടെ വചനം വാക്ക്, ബാബു ദുആ ഇലാ ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യസാക്ഷ്യത്തിലേക്ക് ക്ഷണിക്കുക എന്നത് ഐ അദ്ദഅവ, ദഅവത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വഅന്നൽ മുസ്ലിം അല്ലദീ മന്നല്ലാഹു അലൈഹി ബിമഅരിഫത്തി തൗഹീദി, അപ്പോൾ തൗഹീദിൻ്റെ മഅരിഫത്ത് അറിഞ്ഞ ഒരു മുസ്ലിം, വ മഅരിഫത്ത ഷിർക്ക് എന്താണ് എന്നതും അറിഞ്ഞ വ്യക്തി, ലാ യസഉഹു അൻ യസ്കുത, അവൻ മിണ്ടാതിരിക്കൽ പറ്റില്ല. വഹു യറന്നാസ യജ്ഹലുന തൗഹീദ, തൗഹീദ് അറിയാതെ ആളുകൾ ആകെ പ്രശ്നത്തിലായി കിടക്കുന്നത് അവൻ കാണുന്നു. വയഖഊന ഫി ഷിർക്കിൽ അക്ബരി വൽ അസ്ഗർ, ചെറുതും വലുതുമായിട്ടുള്ള ഷിർക്കിൽ ജനങ്ങൾ അകപ്പെടുന്നു. വയസ്കുത അലാ ദാലിക്, എന്നിട്ട് അവൻ അതിന്മേൽ കണ്ണടക്കുന്നു, അവൻ മിണ്ടാതിരിക്കുന്നു, സൈലൻ്റ് ആകുന്നു. അത് പറ്റില്ല. കമാ ഹുവ വാഖിഉൻ കസീറുൻ മിൻ തലബത്തിൽ ഇൽമി വൽ ഉലമാ, എന്താണ് അത് ഇവിടെ ധാരാളമായി സംഭവിക്കുന്നുണ്ട് ഉലമാക്കളിൽ നിന്ന്, വിദ്യാർത്ഥികളിൽ നിന്നൊക്കെ. അല്ലദീന യറൗന നാസ അലൽ അഖായിദിൽ ഫാസിദത്തി, ഫാസിദായ ശരിയല്ലാത്ത അഖീദയിൽ വിശ്വാസങ്ങളിൽ ജനങ്ങളെ അവർ കാണുന്നു. എന്നിട്ടോ വൽ അഖായിദിൽ ബാത്തിലത്തായിട്ടുള്ള വ്യാജമായിട്ടുള്ള അസത്യമായിട്ടുള്ള അഖീദകളിൽ വിശ്വാസങ്ങളിൽ ജനങ്ങളെ കാണുന്നു. ഇബാദത്തിൽ അദ്രിഹത്തി, ദർഗകളെ പൂജിക്കുന്നു, കബറാളികളെ തേടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. വയസ്കുത്തൂന അലാ ദാലിക, എന്നിട്ട് അതിന്മേൽ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നാൽ അത് ശരിയാവില്ല. യഖൂലൂന, എന്നിട്ട് അവർ പറയാ നഹ്നു ലാ നഹ്തമു ഇല്ലാ ബി അൻഫുസിനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, അല്ലാതെ ഞങ്ങളൊന്നും പരിഗണിക്കുന്നില്ല. ബിഹാദാ ളയ്യഉ വാജിബൻ അലീമ, ഈ ഒരു കാരണം കൊണ്ട് അവർ എന്ത് ചെയ്യുന്നു? മഹത്തായ ഒരു നിർബന്ധ കാര്യം നഷ്ടപ്പെടുത്തുന്നു. വലൗ അന്നൽ ഉലമാ വതലബത്തൽ ഇൽമി ഖാമു ബിമാ ഔജബ അല്ലാഹു അലൈഹിം മിൻ ഹാദൽ അംരി ഫി ജമീഇൽ അംസാർ, എല്ലാ നഗരങ്ങളിലും എല്ലാ നാടുകളിലും ഈ അള്ളാഹു നിർബന്ധമാക്കി കാര്യം വിദ്യാർത്ഥികളും ഉലമാക്കളും ശരിയായി പരിഗണിച്ചിരുന്നു എങ്കിൽ ലറഅയ്ത ലിൽ മുസ്ലിമീന ഹാലതൻ ഗൈറ ഹാദിഹിൽ ഹാല, മുസ്ലിങ്ങൾക്ക് ഈ അവസ്ഥയല്ലാതെ മറ്റൊരവസ്ഥയിലേക്ക് കാണാമായിരുന്നു. ഫൽ ആന ബിലാദുൽ ഇസ്ലാമി തഅജ്ജു ബിശ്ശിർക്കിൽ അക്ബർ, വലിയ ഷിർക്ക്, ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന ഷിർക്ക് കൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? പ്രകമ്പനം കൊള്ളുന്നു, അത് അവിടെ മുഖരിതമാകുന്നു. അത് അങ്ങനെ ആകപ്പാടെ പ്രശ്നത്തിലാണ് എന്നതാണ്. തുബനാ ഫിഹ അൽ മഷാഹിദു വൽ മസാറാത്തു ഷിർക്കിയ, ഷിർക്കിൻ്റെ കേന്ദ്രങ്ങൾ, മഷഹദുകൾ ഒക്കെ ഉണ്ടാക്കപ്പെടുന്നു. വയുംഫഖു അലൈഹ അൽ അംവാൽ, അതിനുവേണ്ടി ധാരാളം സ്വത്തുക്കൾ ചെലവഴിക്കപ്പെടുന്നു. വദൗലിൽ കുഫ്രി തുസാഇദു അലാ ദാലിക്, കുഫറിൻ്റെ സാമ്രാജ്യങ്ങൾ, വദുവലിൽ കുഫ്രി
കുഫറിൻ്റെ സാമ്രാജ്യങ്ങൾ അതിനുവേണ്ടി സഹായിക്കുകയും ചെയ്യുന്നു. വൽ മുസ്ലിമുന സാക്കിത്തൂന അലാ ഹാദി വദുആണ്. ഈ വിഷയത്തിൽ മുസ്ലിങ്ങളാണെങ്കിലോ സൈലൻ്റാണ്, നിശബ്ദരാണ്. വഹാദ ഖതറുൻ അളീമുൻ അസാബൽ ഉമ്മത്തിനെ ബാധിച്ച വലിയ തെറ്റാണിത്. വമാ ഉസീബത്ത് ബിഹി മിൻ ഹുറൂബിൻ വമജാഅത്തിൻ വഉമൂരിൻ തഅരിഫൂനഹാ ഇന്നമാ ഹുവ നതീജത്തുൻ ലിഹാദൽ ഇഹ്മാൽ വൽ അയാദു ബില്ലാഹ് ഫഹാദാ വാജിബുൻ അളീം. അപ്പോൾ ഇത് യുദ്ധങ്ങൾ, അതേപോലെ ക്ഷാമം ഒക്കെ നാടുകളെ നേരിടുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നിനക്കറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതെന്താണ്? ഇതൊക്കെ ഈ തൗഹീദിനെ അവഗണിച്ചത് മൂലമായിട്ടുണ്ടായതാണ്. അള്ളാഹുവിൽ ശരണം. അപ്പോൾ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നത് വാജിബുൻ അളീം, അത് വലിയ നിർബന്ധ കാര്യമാണ് എന്നതാണ്.